ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് മുന്നറിവ് എന്ന് പറയുന്ന പ്രത്യേകമായ ഉപദേശ വിഷയത്തെ സംബന്ധിച്ചാണ്. റോമർ 8:29 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. എന്താണ് ഈ മുന്നറിവ് എന്നുള്ളത് വളരെ പരിമിതമായ വാക്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. മുന്നറിയുക എന്ന് പറഞ്ഞാൽ മുന്നമേ സ്നേഹിച്ചിരിക്കുക എന്നാണ്. ഇസ്രായേലിനെ ദൈവം മുന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേലിനെ മുന്നമേ തന്നെ സ്നേഹിച്ചു എന്നാണ് അർത്ഥം. ഭൂമിയിലെ സകല ജാതിയുടെ ഇടയിൽ നിന്നും തനിക്കൊരു പ്രത്യേക ജനവും പുരോഹിത വർഗവും ആയിരിക്കണതിന് ദൈവം അവരെ പ്രത്യേകാൽ സ്നേഹിച്ചു. ആ സ്നേഹം അവരെ ഒരു ജനത എന്ന നിലയിൽ വേർതിരിച്ചു. അതാണ് മുന്നറിവിൽ നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുന്നറിഞ്ഞവരെയാണ് ദൈവം മുൻ നിയമിച്ചത്. മുൻ നിയമനം എന്ന വാക്ക് ദൈവശാസ്ത്ര പഠനശാഖയിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു പദപ്രയോഗമാണ്. പ്രോറിസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് മുൻ നിയമനം എന്നതിന് വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കിന്റെ അർത്ഥവ്യാപ്തി വളരെ വിസ്തൃതമാണ്, വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഡിസൈഡ് അപ്പോൺ ബിഫോർ ഹാൻഡ്, മുന്നമേ തന്നെ തീരുമാനിക്കുക എന്നാണ് പ്രോറിസോ എന്ന വാക്കിന്റെ അർത്ഥം. പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: അതായത് സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചത് ഒക്കെയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് അവർക്ക് സുവിശേഷത്തിനുവേണ്ടി അനുഭവിക്കുന്ന പീഡാനുഭവത്തെ സംബന്ധിച്ച് ദൈവം മുൻ നിയമിച്ചത് എന്ന് പറഞ്ഞാൽ മുന്നമേ അറിഞ്ഞതും ആലോചനയിൽ വച്ചിരുന്നതുമായ കാര്യം എന്നാണ് അർത്ഥം. പാപികളും ദോഷികളുമായ നമ്മെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയിലൂടെ ദൈവത്തിന്റെ നിത്യതേജസ്സിനായി വേർതിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മുന്നമേ ഉള്ള സ്നേഹനിമിത്തം ദൈവത്തിന്റെ മുൻ ആലോചനയിൽ വന്നിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ തന്റെ മുന്നറിവിന് ഒത്തവണ്ണം നമ്മെ മുൻ നിയമിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ഹൃദയത്തിൽ മുന്നമേ ദൈവം ആലോചിച്ചു എന്നാണ്. അതിന്റെ സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ. നമുക്ക് ലഭിച്ച ആത്മരക്ഷയെക്കുറിച്ച് നമുക്ക് യാതൊന്നും പ്രശംസിക്കാനില്ല. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനാണ്. കാരണം ദൈവത്തിന്റെ ആലോചനയായിരുന്നു നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത്. അവൻ നമ്മെ ക്രിസ്തുയേശുവിൽ മുന്നറിഞ്ഞു, മുന്നമേ തന്നെ അവൻ നമ്മെ ക്രിസ്തുവിൽ സ്നേഹിച്ചു. അതിൻ പ്രകാരം നമുക്ക് ഭാവിയിൽ ലഭിക്കുവാനുള്ള രക്ഷയ്ക്കായി ദൈവം നമ്മെ മുൻനിയമിച്ചു. ആ മുൻനിയമനം രക്ഷിക്കാൻ വേണ്ടിയുള്ള മുൻനിയമനമല്ല, രക്ഷിക്കപ്പെടും എന്നുള്ളവരെ ദൈവസ്നേഹത്തിൽ ചെയ്ത മുൻ നിയമനമാണ്. അതുകൊണ്ട്